ഹലോ, ഞാൻ ഈ ടെഡി ബൊക്കെ എപ്പോൾ ഇടുന്ന സമയത്തും ടെഡി ബൊക്കേൻ്റെ ട്യൂട്ടോറിയൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ട്യൂട്ടോറിയലാണേ. നമ്മളിതിന് വേണ്ടിയിട്ട് ബൊക്കെ ഷീറ്റ്, ഫ്ലവർ, പിന്നെ തെർമോക്കോൾസ് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം, ടേപ്പ്, സിസറ്, ബ്ലേഡ് കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് ഞാനായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് മെത്തേഡ് ഞാൻ എവിടെയും പറയുന്നില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഈ തെർമോക്കോളിൻ്റെ അകത്തേക്ക് ഈ പാവന ഒന്ന് ഇരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് പറ്റുന്ന രീതിയിൽ എങ്ങനെയും ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ടേപ്പ് അല്ലെങ്കിൽ നൂല് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ടേപ്പ് ഉപയോഗിച്ചാലും പാവയ്ക്ക് ഹാംഫുൾ ആവാത്തതിനെ കൊണ്ടാണ് നമ്മൾ ടേപ്പ് ഉപയോഗിക്കുന്നത്. ആദ്യം ഇതൊന്ന് ക്രിസ് ക്രോസ് ആയിട്ടും പിന്നെ അത് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തിട്ടുമാണ് ഞാനൊന്ന് ടേപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് ക്ലിയർ ആയെന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തെർമോക്കോളിൽ പിടിക്കുന്ന സമയത്ത് പാവ സ്റ്റേബിളായിട്ട് നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, റാപ്പിംഗ് ഷീറ്റ്സ് റെഡിയാക്കാം. നമ്മളിതിന് ടോട്ടലി 4 ഷീറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. 3 ഷീറ്റ്സ് നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടും ഒരു ഷീറ്റ് ഫുള്ളായിട്ടുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫുള്ളായിട്ട് എടുക്കുന്ന ഷീറ്റ് കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് പാവേനെ പ്ലേസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ബാക്കിയുള്ള 3 ഷീറ്റുകൾ നമ്മൾ ഹാഫായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ടേപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പ്ലേസ്മെൻറ്റാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അലൈൻമെൻറ്റ് കറക്റ്റ് ആവുന്ന രീതിയിൽ 2 സൈഡിലും ഒരേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് വെക്കാൻ ശ്രമിക്കാം. 2 സൈഡിലും ഒരേ വീതിയിലും ഒരേപോലെ തന്നെ വെക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. അപ്പോൾ കാണാൻ നല്ല വൃത്തിയുണ്ടാവും. നമ്മുടെ കയ്യിലുള്ള ആദ്യത്തെ 2 ഷീറ്റ്സും സെയിം മെത്തേഡിൽ കുറച്ച് വിട്ടായിട്ട് വെച്ചിട്ട് ഇതുപോലെ റാപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യുക. മൂന്നാമത് വരുന്ന ഒരു പെയർ ഓഫ് ഷീറ്റ് ഉണ്ടാവും. ആ ഷീറ്റ് നമ്മൾ നോർമലി അല്ല, ഇത്തിരി ഇതേ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ആ കട്ട് ചെയ്ത പോർഷൻസ് വെച്ചിട്ട് 4 എണ്ണമായിട്ടാണ് നമ്മളവിടെ റാപ്പ് ചെയ്യാൻ പോകുന്നത്. 2 എണ്ണം സൈഡിലും 2 എണ്ണം ഫ്രണ്ടിലുമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഈ സൈഡിലും ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കി വരുന്ന 2 പീസ് ഫ്രണ്ടിലും കൂടെ ഒന്ന് റാപ്പ് ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ബൊക്കയുടെ ഭംഗി എന്ന് പറയുന്നത് ഒരുപാട് ഷീറ്റ്സ് യൂസ് ചെയ്യുന്നതിലല്ല, യൂസ് ചെയ്യുന്ന ഷീറ്റ്സ് അത്യാവശ്യം തിക്കായിട്ട് ഫോൾഡ് ചെയ്യുന്നതിലാണ്. അപ്പോൾ നമ്മുടെ ഫോൾഡിങ് ടെക്നിക്ക് നല്ലതാണെങ്കിൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇത് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഇങ്ങനെ, അതിനെ കൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. 1-2 പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്യൂട്ടോറിയൽ കാണിക്കുമെന്നുള്ള കാര്യം. അതുകൊണ്ട് പാർക്കിങ്ങിലൊക്കെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഫ്ലവേഴ്സാണ് ആഡ് ചെയ്യുന്നത്. എത്രത്തോളം ഫ്ലവേഴ്സ് വെക്കാമോ അത്രത്തോളം ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാനിതിൽ കുറച്ച് വെക്കുന്നുള്ളൂ, ബിക്കോസ് നമ്മുടെ കസ്റ്റമർ ബഡ്ജറ്റഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. ഇതൊരു ടിപ്പാണ്. ഇതുപോലെ ഫ്ലവർ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ അകത്ത് കമ്പി വരുന്ന ഫ്ലവേഴ്സ് കട്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ജസ്റ്റ് സിസർ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ഒടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടും. എൻ്റെ ഒരു ടെക്നിക്കാണ് കേട്ടോ. അത് പറഞ്ഞതിനെ കൊണ്ടാണ് തോന്നുന്നു അവസാനത്ത് തന്നെ കുറച്ചൊന്നും പാടുപെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് തെർമോക്കോളും കമ്പിയുള്ള ടൈപ്പ് ഫ്ലവറും ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് ഫ്ലവറിൻ്റെ പ്ലേസ്മെൻറ്റ് ഭയങ്കര എളുപ്പമായിരിക്കും. ഫ്ലവേഴ്സ് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതിയാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ കാണാൻ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. നമ്മളിതൊരു പേർപ്പിൾ തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ ബാക്കി വരുന്ന ഗിഫ്റ്റും ഏകദേശം ആ ഒരു തീമിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഒരു പേർപ്പിൾ കളറിലുള്ള അത്യാവശ്യം വീതിയുള്ള റിബണാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. വീതിയുള്ള റിബൺ ആകുമ്പോൾ ഒന്നും കൂടെ ബോ കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു റൗണ്ട് എടുക്കുന്ന ഒരു അളവെടുത്ത് കട്ട് ചെയ്തിട്ട് ബാക്കി പോർഷൻസ് വെച്ചിട്ടാണ് ഒരു ബോ ഉണ്ടാക്കുന്നത്. ബോ ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബോ സെറ്റ് ചെയ്തതിന് ശേഷം ബോയും ആ റിബണും നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഡബിൾ ലെയർ ആയിട്ടാണ് നമ്മൾ റിബൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ, ലൈക്ക് ബോ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ടെഡി ബൊക്കേൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് ടെഡി ബൊക്കേൻ്റെ മെത്തേഡ് എന്നല്ല കേട്ടോ, ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി.